തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ബി രാജേഷിന് പരിക്കേറ്റു. ഇന്ന് കോർപ്പറേഷനിൽ ഉണ്ടായ ചില സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കേറ്റത്. അദ്ദേഹം തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഇപ്പോൾ അദ്ദേഹത്തിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. തിരുവനന്തപുരം മേയർ രാവിലെ കോർപ്പറേഷനിലെത്തി. രാവിലെ മുതൽ LDF കൗൺസിലർമാർ കോർപ്പറേഷൻ ഉപരോധം നടത്തിയിരുന്നു. അവരുടെ വാദഗതി 20ഓളം BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാണ് എന്ന് കേരള ഹൈക്കോടതി അങ്ങനെ ഒരു ഓർഡർ പാസ്സാക്കിയിരുന്നു. അതനുസരിച്ച് അവരുടെ കൗൺസിലർ സ്ഥാനം അസാധുവായി. അവർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്താലേ വാലിഡ് ആകൂ എന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൽ അവർ സത്യപ്രതിജ്ഞ ചെയ്തു. നേരത്തെ അവർ 20 പേര് സത്യപ്രതിജ്ഞ ചെയ്തത് അത് ദൈവനാമത്തിലോ ദൃഢപ്രതിജ്ഞയിലോ അല്ലായിരുന്നു. അവരാരാധിക്കുന്ന വ്യക്തികൾ, അവരുടെ ചില ദൈവങ്ങൾ, അവരുടെയൊക്കെ പേരിലായിരുന്നു നേരത്തെ സത്യപ്രതിജ്ഞ ചെയ്തത്. ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ചും കോർപ്പറേഷൻ്റെ നിയമങ്ങൾക്കും അനുസരിച്ചും സത്യപ്രതിജ്ഞ ദൈവനാമത്തിലോ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞയിലോ ആയിരിക്കണമെന്ന് വ്യവസ്ഥയുണ്ട്. അതിന് വിരുദ്ധമായിട്ടാണ് അവർ ആരാധിക്കുന്ന പലരെയും പേരിൽ, വ്യക്തികളുടെ പേരിലൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തത്. അല്ലെങ്കിൽ അവരുടെ വാർഡിലുള്ള ലോക്കൽ അമ്പലത്തിലെയോ അല്ലെങ്കിൽ പള്ളിയിലെയോ അവിടുത്തെ ഒരു ആളുടെ പേര് സത്യപ്രതിജ്ഞ ചെയ്തു. അതുകൊണ്ട് അത് ഇൻവാലിഡായി. വീണ്ടും ഇന്ന് ആ 20 പേരിൽ 19 പേര് അവർ സത്യപ്രതിജ്ഞ ചെയ്തു. ദൈവനാമത്തിലും ദൃഢപ്രതിജ്ഞയിലുമൊക്കെ സത്യപ്രതിജ്ഞ നടന്നു. എന്നാൽ ഒരാൾ കാപ്പ കേസിനകത്ത് സുഗതൻ, അദ്ദേഹം കാപ്പ കേസിൽ ജയിലിലാണ്. അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ സുഗതന് ഒരു കൺവിഷനും ഇല്ല, ഒരു ശിക്ഷയും ഒരു കേസില്ല. 2-3 കേസ് അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടെന്നല്ലാതെ അദ്ദേഹത്തിന് ശിക്ഷയൊന്നുമില്ല. കാപ്പ കേസെന്ന് പറയുന്നത് ഒരു പ്രിവെൻറ്റീവ് അറസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ വിലക്കാൻ കഴിയില്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. അതുകൊണ്ട് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ആക്ട് അനുസരിച്ച് മേയറെ തിരഞ്ഞെടുക്കാനായിട്ട് അവിടെ ഒരു ഏറ്റവും സീനിയറായ ഒരു കൗൺസിലർ തിരഞ്ഞെടുത്തിട്ട് ആ കൗൺസിൽ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്താൽ മതി. അതിനുശേഷം മേയർക്ക് അവിടെയുള്ള കൗൺസിലർമാരെ സത്യപ്രതിജ്ഞ, മേയറോ ഡെപ്യൂട്ടി മേയറോ ആ സത്യപ്രതിജ്ഞ അവരെ കൊണ്ട് ചെയ്യിക്കാം. ഇതാണ് 141 മുനിസിപ്പാലിറ്റി ആക്ടിനകത്ത് പറയുന്ന വ്യവസ്ഥ. അവിടെ മറ്റു കാര്യങ്ങളൊന്നും പറയുന്നുമില്ല. ഇവിടെ സുഗതന് ഒരു കൺവിഷനില്ല, ശിക്ഷയില്ല. സുഗതന് 2-3 കേസെടുത്തിട്ടുണ്ട്. അത് പൊളിറ്റിക്കലാണെന്ന് സുഗതൻ പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, കാപ്പ കേസ് ഒരു പ്രിവെൻറ്റീവ് അറസ്റ്റാണ്. ഇത്രയും കേസുണ്ടായ സ്ഥിതിക്ക് അത് രാഷ്ട്രീയപരമായിട്ടുള്ള ആണ്. അതുകൊണ്ട് സുഗതനെ സംബന്ധിച്ചിടത്തോളം സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് തടസ്സമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അദ്ദേഹത്തിൻ്റെ പേരിൽ പല കേസുകളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാദിഭാഗങ്ങളെല്ലാവരും CPM-കാരാണ്, താനൊരു BJP-കാരനാണ്. അങ്ങനെ കേസ് ഉണ്ടായിട്ടും അദ്ദേഹത്തിൻ്റെ വാർഡിലുള്ളവർ കോർപ്പറേഷൻ വാർഡിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക്, സമുദായക്കാർക്ക് ഇദ്ദേഹത്തിന് ഒരു ക്രിമിനലാണെന്നുള്ള ചിന്തയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് നിയമ തടസ്സങ്ങളില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കോർപ്പറേഷൻ്റെ മേയർ നേരെ ജയിലിൽ പോയി. അവിടെ പോയി അദ്ദേഹത്തിനെ സത്യം ചെയ്യിപ്പിക്കാം. അവിടെ ജയിൽ DGPയുടെ മുമ്പിൽ വന്ന് ആ കോർപ്പറേഷനിലെ മേയറുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം ആ കൗൺസിലറെ സത്യപ്രതിജ്ഞ ചെയ്യിക്കാം. അതിൻ്റെ ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണം. അയാൾ അത് ഒപ്പിട്ട് വാങ്ങിക്കാം. അവരുടെ കോർപ്പറേഷൻ റെക്കോർഡിനകത്ത് സത്യപ്രതിജ്ഞ ചെയ്തുള്ള വിവരങ്ങൾ രേഖപ്പെടുത്താം. ഇത്രയേ ഉള്ളൂ അതിനകത്ത് ചടങ്ങ് പറയുന്നുള്ളൂ. ഒരു ക്രിമിനലല്ല, അതിന് കൺവിഷൻ ഇല്ല. അതുകൊണ്ട് സത്യപ്രതിജ്ഞയ്ക്ക് തടസ്സമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അദ്ദേഹം കോടതി പോയിട്ടുണ്ട്. ഇന്ന് കോർപ്പറേഷനിലെ ഈ മേയറും ഡെപ്യൂട്ടി മേയറും അവർ
19 പേരുടെ സത്യപ്രതിജ്ഞ ഇൻവാലിഡ് ആയതുകൊണ്ട് അവർ കൂടി തിരഞ്ഞെടുത്ത ഇവർ ഇപ്പോൾ അവരുടെ പൊസിഷൻ ഇൻവാലിഡാണ്. അതുകൊണ്ട് അവർ രാജിവെച്ചിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടണം എന്നൊരു യുക്തിയാണ് LDFകാർ ഇപ്പോൾ ഉന്നയിച്ചത്. അവർ രാവിലെ മുതൽ ഉപരോധം തുടങ്ങി. ആ സമയത്ത് മേയറും BJP കൗൺസിലർമാരും വന്നപ്പോൾ അവരെ തടഞ്ഞു. അങ്ങനെ ഉന്തും തള്ളുവായി. അങ്ങനെ മേയർക്ക് പരിക്കേറ്റു. ഒരു വനിതാ പോലീസിനും പരിക്കേറ്റിട്ടുണ്ട്. ചില കൗൺസിലർമാർക്ക് CPMലുള്ള ലേഡി കൗൺസിലർമാർക്കും BJPയിലുള്ളവർക്കും ഒക്കെ പരിക്കേറ്റിട്ടുണ്ട്. എങ്കിലും മേയർക്കുള്ള പരിക്ക് അദ്ദേഹത്തിൻ്റെ തലയിലോ മുഖത്തോ കണ്ടാണ്. ജനറൽ ഹോസ്പിറ്റലിൽ പോയി ഇപ്പം മെഡിക്കൽ കോളേജിലാണ് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഇവിടുത്തെ കോർപ്പറേഷനിലെ ഏകദേശം 50 പേരുടെ പിന്തുണ മേയർക്കുണ്ട്. ഒരാളുടെ കുറവുണ്ട്. ആളെ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വോട്ടിംഗ് റൈറ്റുണ്ട്, അത് വാലിഡാവും. അപ്പോൾ അതുകൊണ്ട് ഹൈക്കോടതിയിൽ അവർ മൂവ് ചെയ്തിട്ടുണ്ട് സുഗതൻ. അതോടൊപ്പം LDFകാരും മൂവ് ചെയ്തിട്ടുണ്ട്. കോടതി ഒരു തീരുമാനം എടുക്കും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ സുഗതനെ ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് കാപ്പ കേസിനകത്ത് ഒരു ദിവസത്തെ ജാമ്യം കൊടുക്കണ്ട, ജയിലിന് പുറത്തു ഇറങ്ങണ്ട, അവിടെ യാതൊരു തടസ്സവുമില്ലാതെ മേയർക്ക് അവിടെ പോയി സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്നതിന് നിയമ തടസ്സങ്ങളൊന്നുമില്ല. കോർപ്പറേഷനിലെ ആ മുനിസിപ്പൽ ആക്ടിനകത്ത് എങ്ങും കോർപ്പറേഷനകത്ത് വെച്ച് ആ ജൂറിസ്ഡിക്ഷനിൽ മാത്രം എവിടെ ഇരുന്നാണെങ്കിലും സത്യപ്രതിജ്ഞ ചെയ്യാം. മെഡിക്കൽ കോളേജിൽ അദ്ദേഹം ബെഡ് റിഡൻ ആണെങ്കിൽ ആ കൗൺസിലറെ അവിടെ പോയി ആ മേയർ സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നതിന് എന്താ നിയമ തടസ്സം? അതുകൊണ്ട് ജയിലിൽ പോയി അവിടെ ഒരു പ്രിവെൻറ്റീവ് അറസ്റ്റ് എടുക്കുന്ന ആൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവിടെ ചെന്നിട്ട് മേയർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് നിയമ തടസ്സം ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.